ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കാൻ വേണ്ടി കുറേ നാളുകൾക്ക് ശേഷം ഒരു ബാഡ്മിൻ്റൺ അപ്പോൾ ഒരിക്കൽ കൂടെ ഇന്ത്യൻ ബിക്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുത്തൻ കയ്യിൽ ബാൻഡ് കെട്ടിയേക്കുന്നുണ്ടോ? കാർ ഓടിക്കുമ്പോൾ കയ്യെ ബാൻഡ് കെട്ടി കാർ ഓടിക്കുന്നതിനെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല കേട്ടോ. എനിക്കൊന്ന് സ്കൂളിനകത്തൊക്കെയാണെന്ന് തോന്നുന്നു കോർട്ടൊക്കെ ഉള്ളത്, ബാഡ്മിൻ്റൺ കോർട്ട് എന്നുള്ളത്. എനിക്കറിയില്ല, നമുക്ക് ചെല്ലുമ്പോൾ നമുക്ക് എൻ്റെ വീഡിയോ കാണാം. അപ്പം ഇന്ന് പിള്ളേർ കളിക്കുന്നതൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്താൽ എങ്ങനെ ആൾക്കാർ ഏതൊക്കെ രീതിയിൽ കളിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ബാൻഡ് ഇട്ടവൻ ഇന്ന് കളിക്കാൻ ഇറങ്ങുന്നുണ്ടോ എന്നും വീഡിയോയിൽ കാണിച്ചു തരാം. അവൻ്റെ തുഴയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാം. ഇവിടുത്തെ വഴികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ അവർ ഈ ചൂടത്താണേലും ഈ ചെടികളൊക്കെ നന്നായിട്ട് അവർ പരിപാലിക്കും. കറക്റ്റ് അല്ലേ? നന്നായിട്ട് പിന്നെ ചെയ്യുന്നത്. ഏത് ഫ്ലെയിംസ് ട്രീയോ? ഫ്ലെയിംസിന്റെ ലീഫായിട്ടുള്ള ഫ്ലെയിംസിന്റെ ഇതിന്റെ പിക്ചർ നമ്മൾ എടുത്തിടുകയാണെങ്കിൽ എന്തോ ക്യാഷ് അവാർഡ് ഉണ്ട് ബൈ മിസ് പ്രിൻസസ് ഹംദാൻ. വെള്ളം വീഴാൻ ഇങ്ങനെ വെള്ളം കണ്ടിന്യൂസ്ലി ഇറിഗേഷനിലൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ട് ഈ ചെടിക്ക് ഉപയോഗിക്കുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ. ഓക്കെ, ഈ ചെടിക്കൊക്കെ ഡ്രിപ്പ് ഇറിഗേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. കണ്ടിന്യൂസ്ലി വെള്ളം ഇതിന് സോയിൽ മോയിസ്ചറായിട്ടിരിക്കാനൊക്കെ. അപ്പം അതൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓരോ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് ഇവർ ഇതിനെ പരിപാലിച്ച് നന്നായിട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ നാടുകളിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. നാട്ടിൽ ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. എന്നിരുന്നാൽ പോലും കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ വേസ്റ്റ് വെള്ളം പോലും മറ്റേ സീവേജ് വാട്ടറാണ്, അത് പ്യൂരിഫൈ ചെയ്തിട്ട് അത് അങ്ങനെ യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റുകളൊക്കെ ഇഷ്ടംപോലെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ആൾക്കാർ ഇങ്ങനെ കൊണ്ട് റോഡിലും റോഡ് സൈഡിലും ഒക്കെ കൊണ്ട് തള്ളിയില്ലെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ലേ? പക്ഷെ മനുഷ്യരോട് വിചാരിക്കണം. നമ്മുടെ നാടിൻ്റെ ഭംഗി കൂട്ടണോ അല്ലെങ്കിൽ ചുമ്മാ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് വീഡിയോ ഇട്ടാൽ മതിയോ? ഈ പറയുന്നത് ഇപ്പം ഞാനാണെങ്കിൽ പോലും ഞാൻ കൊണ്ടൊരു വേസ്റ്റ് ഇടാനായിട്ട് എൻ്റെ മനസ്സ് തോന്നരുത്. അതുപോലെ ആയിരിക്കണം. ഇല്ല ശരത്തെ? ചുമ്മാ ഇരുന്നങ്ങ് തള്ളുക. ഒരു ലുലുവിന്റെ ഓഫീസ് ഉണ്ട് കേട്ടോ. ആ ലുലുവിന്റെ ഓഫീസ് കണ്ടിട്ട് ഇവൻ പറയുക ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ സ്കൂളാണ്. അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂള്. ഇത് നേരെ അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂള്. ഷിപ്പ് മോഡലിൽ ഒരു ബിൽഡിംഗ് പണിത് വെച്ചേക്കണം. നമ്മള് പോകേണ്ട സ്കൂള് ഇത് വെസ്റ്റ്മിനിസ്റ്റർ സ്കൂളാണ് കേട്ടോ. പിന്നെ വണ്ടി കഴുകാത്ത കാരണം ഗ്ലാസ്സിലൊക്കെ ചെളിയൊക്കെ ഉണ്ട്. നമുക്ക് ഫിഷിങ്ങിന് പോയാലോ? എവിടെയാ? ക്യാപിറ്റൽ സ്കൂൾ അഡ്മിഷൻസ് നൗ ഓപ്പൺ. ഇതൊരു സ്കൂളാ കേട്ടോ. സ്കൂൾ അടച്ചു കഴിഞ്ഞിട്ട് അവരുടെ ഇതൊരു സ്കൂളാട്ടോ. ഈ സ്കൂള് ഇവിടെ വന്ന് സ്കൂൾ അടച്ചു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഗ്രൗണ്ടൊക്കെ കളിക്കാൻ കിട്ടും. അതൊരു അടിപൊളി ബിൽഡിംഗ് അല്ലേ? അതെന്ത് ബിൽഡിങ്ങാ? അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ ഇറങ്ങുമ്പോൾ അടുത്ത വീഡിയോ അകത്തുനിന്ന് കാണിക്കാം കേട്ടോ. പിന്നെ കളിക്കാൻ വേണ്ടി വന്നു. ഇത് ഇങ്ങനെ എല്ലാ ശനിയാഴ്ച ഞായറാഴ്ച കണ്ടിന്യൂ. ടിറ്റോ ടിറ്റോ അടിച്ചു മോന്ത പൊട്ടിക്കാൻ്റെ.
ഞങ്ങൾ മഷാദ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കാപ്പിയും ചായയൊക്കെ കുടിച്ചത് കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ നല്ല പുട്ടും കടലയും ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇനിയും ഒരു ബാറ്റുണ്ട്, ബാറ്റിൻ്റെ ഗട്ട് കെട്ടണം. അപ്പോൾ അത് കെട്ടിയതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. റിവർ ഐലൻഡ് ഇന്റീരിയർ ഡെക്കറേഷൻ. ഇന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്ന വീഡിയോ ഇടാം. ഇന്ന് പുതിയൊരു താരമുണ്ട് കേട്ടോ വണ്ടിയില്, ഇൻഷാദ്. എല്ലാ വീഡിയോയിലും ഓരോരുത്തന്മാരെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഇൻഷാദ് ഉണ്ട്, സന്ദീപ് ഉണ്ട്, ബാക്കി ഇവനെ അറിയാലോ, ശരത്ത്. ഒമാനിലെ കുറെ പൊടി പാറ്റിയ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരത്തിനെ DK എന്നാണ് ഒമാനി വിളിക്കുന്നത്. ഞാൻ ഫുൾ ഫോം ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് അങ്ങനല്ല, നിങ്ങൾ കമന്റ് ചെയ്യുക. ആരുമില്ല കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യുന്നവര് കേട്ടിട്ട് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കയറി കമന്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ കയറി കമന്റ് ചെയ്യണേ. ആദ്യം ഈ വീഡിയോയിലുള്ളവന്മാര് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ. യൂട്യൂബിലിടും. ഞാൻ യൂട്യൂബിലിടും. DK എന്നാണ്. DQ എന്ന് നാട്ടിൽ വിളിക്കുന്ന പോലെ DK എന്നാണ് ഇവനെ ഒമാനി വിളിക്കുന്നത്. പക്ഷെ ഒമാനിൽ ഇപ്പൊ ഇവനെ കയറ്റത്തില്ല. ഒമാനിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതാ. എന്റെ കയ്യിലിരിപ്പ് പറയണ. വീഡിയോ ഓൺ ആക്കിയ ഇവൻ സൈലന്റ് ആവും, വീഡിയോ ഓഫ് ആക്കിയ ഇവൻ വയലന്റ് ആവും. ഈ വീഡിയോ ഇവന്റെ വീട്ടുകാർക്ക് അയച്ചു കൊടുക്കണോ? അപ്പം ഇനി ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങാൻ പോകണം. സ്വിമ്മിംഗ് പൂളിലെ വീഡിയോ ഇടാം. സ്വിമ്മിംഗ് പൂളിൽ നമ്മുടെ ബോഡി ഷോ ഉണ്ടാവുന്നതായിരിക്കും ഇൻഷാദിന്റെ. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ. പൂളിൽ ആളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വരമ്പത്ത് കാക്ക ഒത്തിരിക്കുന്ന പോലെ ഇരിക്കുക. 3 എണ്ണം. ഒരുത്തനോടെ വടിയും പിടിച്ചോണ്ടിരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളിൽ നീന്തൽ പഠിക്കാൻ വന്ന ഒരുത്തൻ മുങ്ങാൻ വേണ്ടിയിട്ട് അടി ടയർ ഇട്ടിട്ട് താന്നു പോകാതിരിക്കാൻ വേണ്ടി ടയർ ഇട്ടിട്ട് നീന്തുക. പക്ഷെ ബോട്ട് ചരിഞ്ഞു പോകുന്ന പോലെ പോകുന്ന പോക്ക് കിട്ടും. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളാട്ടോ. അജ്ഫാൻ ഭയങ്കര നീന്തലാ. യാസിൻ വെള്ളത്തിൽ കിടന്ന് തിമിർത്ത് ആടുക. മൊത്തത്തിൽ വീഡിയോ എടുക്കുന്നില്ല, കാരണം അപ്പുറത്ത് വേറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ പോയിട്ടോ. കഴിക്കാൻ പോകുന്ന ഒരു പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റിലേക്ക് ഇന്ന് കഴിക്കാൻ പോകുന്നു. അപ്പോൾ വീഡിയോ കഴിക്കാം. ഫസ്റ്റ് ഞങ്ങൾക്ക് കുറേ സവാള കരിഞ്ഞും കുക്കുംബറും 3 പ്ലേറ്റ് കേട്ടോ. ഞങ്ങൾ 6 പേരുണ്ട്. 6 പേർക്ക് 3 എണ്ണം. അവന്മാരിവിടെ വമ്പൻ ഫുഡ് ഓർഡറിങ്. വമ്പ ഓർഡറിങ് ഇതുവരെ നടന്നിട്ടില്ല. 1/2 മണിക്കൂറായി. മട്ടനും കുട്ടനും ഒക്കെ ഉണ്ട്. സെറ്റ് കറി കേട്ടോ, ഡാൽ ഫ്രൈ എല്ലാം നല്ല. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഞങ്ങളൊരു ബാറ്റിൻ്റെ ഗട്ട് കെട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി വന്നത് കേട്ടോ. എൻകേജ് സ്പോർട്സ് അറീന. ഇതിനകത്ത് നല്ല ബാഡ്മിൻ്റൺ ഒരു കോർട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു എന്താ പറയുക, ഒരു ഹോൾ സെറ്റപ്പാണ് അകത്ത് തന്നെ. അതിൻ്റെ ഫ്രണ്ടിൽ എഴുതിയേക്കുന്നുണ്ടോ, വേർ സ്പോർട്സ് കം ലൈഫ്. ഇന്ന് ഇതുപോലൊരു ഇതിട്ടിട്ട് കേട്ടോ, ഷീറ്റ് അടിച്ചേക്കോ മൊത്തം തോന്നുന്നു. വെയർ ഹൗസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. എൻഗേജ്. ഈ ലൈറ്റൊക്കെ ഉണ്ടല്ലേ, അതുണ്ടോ, സൂപ്പറല്ലേ. കയറാം. ഇതേട്ടോ ബാറ്റ് നമ്മുടെ പൈൻ്റെയാണ്. 26 കെട്ടിട്ടിട്ട്
എന്തല്ല ബാറ്റ് ഇവിടെ വണ്ടി എടുത്തിരിക്കോട്ടെ നൈറ്റ് നല്ല നൈറ്റ് ഡ്രൈവ് ഒന്നുമല്ല കൊടുത്ത ബാറ്റ് മേടിക്കാൻ വേണ്ടി വന്നത്. ശരത്തിനെ നൈറ്റിൽ ലൈറ്റിൽ കണ്ടാലും ഭയങ്കര സുന്ദരനെസ് ആയ ശരത്ത് അല്ലേ ശരത്തെ? ഓ അതേന്ന് അതെവിടെയാ കേരള സ്പാ? എവിടെ കേരള സ്പാ? എവിടെ കേരള സ്പാ? കഴിഞ്ഞ അയ്യോ ഇതാണ് ബാക്കിൽ കേരള സ്പാ. ഇവിടെ ഇവന്മാർക്ക് നല്ല പിടിപാടാട്ടോ കേരള സ്പാ. അക്ഷയ്ക്ക് റിവർ ഐലൻഡ് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. ഇന്ത്യയുടെ ഡെക്കറേഷൻ അൽസൈദ് റോസ് പെർഫ്യൂംസ് മാനുഫാക്ചറിങ്. അവിടെ പെർഫ്യൂംസ് മാനുഫാക്ചർ ചെയ്യുന്നത്. പിന്നെന്തുവാ ഇതൊക്കെ വ്ളോഗിൽ വരുമോനെ. ഈ ട്രക്കുകൾക്കൊക്കെ ഇങ്ങനെ മുകളിലൊരു ഹൈറ്റ് ഉണ്ട്. അതിന് മുകളിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ. സാധനങ്ങളൊന്നും ലോഡ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്ര അടുത്തായിരുന്നല്ലേ ഈ ഷോപ്പ്? ഇനി നേരെ വീട്ടിലേക്ക്. അപ്പം ബൈ ബൈ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.